എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവരേതായ ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ. ആ എബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടെത്തുന്ന വെച്ചാൽ അത് ഇവിടെ നിൽക്കാൻ കാരണം എന്റെ ഉമ്മ എന്നുള്ളൊരു വലിയ ഫാക്ടറാണ്. അതേപോലെ റമീസ്കാരുടെ ഉമ്മയായാലും ഇപ്പൊ ഇനി എന്റെ അടുത്തൊരു സ്വപ്നമാണ് ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോണത്. അറിയാം, ഒരു 12 to 13 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഈ ഇൻഡസ് എഡ്യൂക്കേഷൻ. ഞാൻ ഇതിന്റെ പാർട്ടായിട്ട് ഒരു 5 ഇയർ 2020 നമ്മൾ മെഡിക്കൽ കോഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മള് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് അഭിഷാദ് സാർ ആയാലും എല്ലാവരും ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമുക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു എബിലിറ്റി ഉണ്ട് നമ്മളെ ഉള്ളില്. അതല്ലാണ്ട് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന വെച്ചാൽ ഞാൻ വലിയ ആള്, നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവരേതായ ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ. ആ എബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടെത്തുന്ന വെച്ചാൽ അതെങ്ങനെ കണ്ടെത്തുന്ന പറയാനും എനിക്കറിയില്ല. അത് തനിയെ വരും. നമ്മള് എന്തിനെങ്കിലുമൊക്കെ വേണ്ടി പ്രയത്നിച്ചാൽ, പിന്നെ കുറച്ച് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ നമ്മളെ ലൈഫൊക്കെ ഒന്ന് കടന്നു പോയാൽ തന്നെ നമുക്ക് ആ ഒരു എബിലിറ്റി നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അപ്പൊ ഈ ഇൻഡസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയുന്നില്ല, നിങ്ങളെ പോലത്തെ ഒരു കുട്ടി തന്നെയായിരുന്നു ഞാനും. ആഫ്റ്റർ മാരേജ് ആണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് കോഴ്സ് റമീസ് സാർ എൻ്റെ ഹസ്ബൻഡ് വലിയ സപ്പോർട്ടോട് കൂടി തന്നെയാണ് എനിക്കത് തുടങ്ങാൻ പറ്റിയത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറയാലോ, ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പല സ്ഥാപനങ്ങളും വലിയ രീതിക്ക് അവരോട് പറയും നിങ്ങൾക്ക് ജോലിയാക്കി തരാം, അങ്ങനെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കും. ആ ടൈമിൽ എൻ്റെ അടുത്ത് ഒരു കുട്ടി വിളിക്കുമ്പോൾ ഞാൻ പറയും, അന്ന് ഞാൻ തന്നെയായിരുന്നു ടെലികോളർ, ഞാൻ തന്നെയായിരുന്നു HR, ഞാൻ തന്നെയായിരുന്നു രജിസ്ട്രേഷൻ ചെയ്തിരുന്നത്. ഒരു ഫാക്കൾട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ച് ഞാൻ പാസ്സായിട്ട് ഒരു വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് എൻ്റെ കുട്ടിയുടെ വയസ്സ് 1.5 വയസ്സാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻഡസ് എന്നല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആവണം, അപ്പോഴും എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവണം, ജോലിക്ക് പോകണം എന്നായിരുന്നു എൻ്റെ എയിം. ഓഫ് കോഴ്സ് എൻ്റെ ആ ഒരു മൈൻഡ് മാറ്റിയെടുത്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ആ ഒരു മൈൻഡ് മാറ്റിയെടുത്ത് നിനക്ക് വൈ നോട്ട് എന്നൊന്നും എനിക്കറിയില്ല ഇത് പറ്റുമെന്ന്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒരു മെന്റൽ സപ്പോർട്ടോട് കൂടി തന്നെയാണ് എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഓരോ കുട്ടികൾ വിളിക്കുമ്പോൾ ഞാൻ നെഗറ്റീവ് മാർക്കറ്റിംഗ് പറയാതെ പോസിറ്റീവ് മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. കുട്ടിയെ ചോദിക്കും എനിക്ക് ജോലി കിട്ടോ ചോദിക്കും. ഞാൻ പറയും നിങ്ങൾ ഇന്റർവ്യൂവിന് അവിടെ പോയിരുന്ന് ആൻസർ പറയുന്നത് ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റുമോ? ഇന്റർവ്യൂവിൽ നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നത് ഞാൻ എങ്ങനെ പറയും? അതൊന്നും ഞാൻ ഒരു നോണ പറഞ്ഞിട്ടല്ല അത് മാർക്കറ്റ് ചെയ്യണ. പറ്റില്ല. ജോലി എന്ന് പറയുന്നത് ജോലി കിട്ടും, അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യും. പക്ഷെ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടി തികച്ചും വ്യക്തിപരമായ ഡ്യൂട്ടിയാണ്. കുറെ അഡ്മിഷൻസ് സ്റ്റാർട്ടിങ്ങിൽ പോയി. കാരണം അപ്പുറത്ത് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയണ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ജോലിയാക്കി തരും. എന്നെ വിളിക്കുമ്പോ പറയണ ജോലി തരാം, പക്ഷെ അത് ഇന്റർവ്യൂ എന്നുള്ള ഒരു ഘടനയും കൂടി ഉണ്ട്. അങ്ങനെ മാറി ഒരു കുട്ടി കഴിഞ്ഞ് ആ ഒരു കുട്ടിയുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇന്ന് 700 കുട്ടികളിലധികം നമ്മൾ മെഡിക്കൽ കോഡിങ് ഇൻഡസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ബ്രാൻഡിനെ തന്നെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും വലിയ കാണാൻ ആഗ്രഹിച്ച ഒരാളുണ്ട്, എൻ്റെ ഉമ്മ. ആളില്ല, 3 മാസം മുന്നേ ആള് മരിച്ചുപോയി. പക്ഷേ ഉമ്മ പണ്ട് മുതലേ എൻ്റെ ഒരു ചെറിയ കാര്യത്തിന് അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഒരു 3 വർഷം 4 വർഷം എനിക്ക് ഉമ്മനെ അത് കാണിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ അസുഖങ്ങൾ എല്ലാവർക്കും വരും, മരിച്ചു പോവും. നമ്മളെല്ലാവരും മരിച്ചു പോകാനുള്ളതാണല്ലോ. അപ്പൊ ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മളെല്ലാരും തിരിച്ചൊരു സ്ഥലത്തേക്ക് എത്തേണ്ടതല്ലേ. അപ്പൊ ഉമ്മ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും, അല്ല ഉമ്മ അത് അറിയണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഇപ്പോ എനിക്ക് ഏറ്റവും പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ ഉമ്മ എന്നുള്ളൊരു വലിയ ഫാക്ടറാണ്. അതേപോലെ റമീസ്കാരുടെ ഉമ്മയായാലും എൻ്റെ റിലേറ്റീവ്സ് ആയാലും എൻ്റെ ഇത്തായാലും എൻ്റെ മാമാമാര് കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും അവര് എൻ്റെ ഈ ഒരു ജേണിക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ആൾക്കാർ കുറെ പേര് നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
ചെറിയൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്, ചെറുതായിട്ട്. അവിശ്വാസം അത്ര ഒന്നുമില്ല. എന്നാലും ഞാനൊരു വീഡിയോ ഒക്കെ എങ്ങനെ ഇടുന്നൊക്കെ ടെൻഷനായ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞ് അത് ഹിറ്റായി. ഹിറ്റ് എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് എൻ്റെ ക്ലാസ്സുകൾ കുട്ടികൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. എനിക്ക് റിപ്പീറ്റേറ്റീവായിട്ട് കുട്ടികൾക്ക് പറയാൻ പറ്റി. അപ്പൊ മുബീന മാമിനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യണമെന്ന് വരെ എനിക്ക് പറയാൻ സാധിപ്പിച്ചു. എനിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് പറ്റും. പിന്നെ പറയുന്നത് അങ്ങനൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഭിഷാദ് സാറായാലും ഞങ്ങൾ ആരായാലും അങ്ങനെ എത്തിപ്പെടാന്നുണ്ടെങ്കിൽ പിന്നിൽ കുറെ സ്ട്രഗിൾ സഹിച്ചിട്ടുണ്ടാവും. പിന്നിൽ കുറെ സ്ട്രഗിൾ സഹിക്കാതെ നമ്മൾ ആരും ഇവിടെ എത്തിപ്പെടില്ല. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ആ ഒരു ഭാവി ഞാൻ നേരുന്ന. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അടിപൊളിയാ, ആരും ഇവിടെ പ്രശ്നക്കാരില്ല. ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരാണ് എന്റെ നല്ല മോട്ടിവേറ്റേഴ്സ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പറയുന്ന ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് ഒരു പടി മുന്നിലോട്ട് കയറാനാണ് പറ്റിയിട്ടുള്ളത് വരെ. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഇൻഡസ് എഡ്യൂക്കേഷൻ ഇവിടെ വെച്ച് 700 കുട്ടികളിലധികം 50ാമത്തെ ബാച്ചാണ് നമ്മൾ ലാസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തത്. അത് അത്രയും നീറ്റായിട്ട് ക്ലാസ് എടുത്ത് ഓരോ കുട്ടിയും ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ക്ലാസ് കിട്ടി. അല്ലാതെ ഫീസ് വാങ്ങി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും മൈൻഡ് ചെയ്യില്ല. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ എച്ച്ആർമാരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പൊ ഉള്ള എച്ച്ആർമാർക്ക് അറിയുമെന്നറിയില്ല, അതിന് മുന്നും ഉള്ള എച്ച്ആർമാരുടെ അടുത്ത് ചോദിച്ചാൽ മതി. കാരണം ഒരു കുട്ടിയോടും നിങ്ങൾ നുണ പറഞ്ഞ് ഒരു അഡ്മിഷൻ എടുത്തിട്ട് കാര്യമില്ല. ദൈവം കാണുന്നേ, നമ്മൾ വെറുതെ നുണ പറഞ്ഞ് എടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ദൈവം എന്നുള്ള ഒരു ഫാക്ടറും കൂടി എൻ്റെ കൂടെ ഉണ്ടായോണ്ടാണ് എനിക്ക് ഇതുവരെ ഇവിടെ എത്താൻ പറ്റിയത്. ഓഫ് കോഴ്സ് മൈ ഹസ്ബൻഡും അതിനൊരു ഇതാണ്. പിന്നെ ഇപ്പൊ ഇനി പറയാൻ പോണേ, ഇനി അധികം ലാഗ് അടിപ്പിക്കണില്ല. അഭിഷാദ് സാറിനെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പിക്കാൻ എനിക്കും താല്പര്യമില്ല. ഇപ്പൊ ഇനി എന്റെ അടുത്തൊരു സ്വപ്നമാണ് ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോണത്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ 6 to 7 months ആയി. പക്ഷെ അത് ഞാൻ പുറത്തോട്ട് യൂട്യൂബിലോട്ടോ ഇൻസ്റ്റാഗ്രാമിലോട്ടോ പുറത്തോട്ടോ വിട്ടിട്ടില്ല. നമുക്കൊരു ബേസ് ആയിട്ട് എനിക്ക് നടക്കുന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പുറത്ത് വിടാറുള്ളൂ. അപ്പൊ ഇന്ന് അത് എനിക്ക് പുറത്ത് വിടാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. ഇനി അതിന്റെ റിവീലിംഗിനായി ഞാൻ അഭിഷാദ് സാറിനെ വിളിക്കുകയാണ്. അഭിഷാദ് സാറാണ് അതിന്റെ കാര്യം ഇന്ന് മെൻഷൻ ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞ ശേഷം എന്താണ് അതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം സർ. എഡ്യൂക്കേഷൻ ഡയറക്ടർ റമീസ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദുബായ് എന്റെ അടുത്ത ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു കമ്പനി എന്നുള്ളത്. ഇന്ന് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 6 months കഴിഞ്ഞു. പക്ഷെ ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് സക്സസ് ആയിട്ട് വേണ്ടേ? സക്സസ് ആയി എത്തിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ടൈമിൽ പറയാള് ഇൻഡസ് മെഡ് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഹെൽപ്പിനായി എൻ്റെ എല്ലാമായി എൻ്റെ ഒരു പാർട്ട്ണറും കൂടിയുണ്ട്. ആളെ പേര് ഫമില എന്നാണ്. എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ. 2024 വർഷത്തിൽ എനിക്ക് പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്ന് ആള് എന്നെ സപ്പോർട്ട് ചെയ്ത് ഫമില എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. ഐ മിസ് യു ദിസ് ടൈം. ഇനി എന്തായാലും അടുത്തത് അഭിഷാദ് സാറിന്റെ സ്പാർക്ക് സെഷനിലല്ലേ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ഇനി ഞാൻ അത് ലാഗാക്കുന്നില്ല. അതിനുവേണ്ടി ഞാൻ സാറിന് ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവർക്കും അത് ഒരു അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.